ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലെ മൊഡ്യൂൾ 4 ആണ്. അതിൽ പാർട്ട് എയിൽ സ്ഥിരമായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സിമ്പിൾസ് വരയ്ക്കുക എന്നുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ട്രയാങ്കിൾ വരുന്ന പോർഷൻ അതിൻ്റെ പോസിറ്റീവും ബാർ വരുന്ന പോർഷൻ അതിൻ്റെ നെഗറ്റീവുമാണ്. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സെന ഡയോഡിൻ്റെ സിമ്പിൾ. സെന ഡയോഡിൻ്റെ സിമ്പിളാണ് ഡയോഡിൻ്റെ സെയിം സിമ്പിൾ പോലെ തന്നെ, പക്ഷെ അതിനകത്ത് എക്സ്ട്രാ എന്ത് കാണും, ഒരു 2 ബാറൂടെ കാണും. അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ വരയ്ക്കുക എന്നുള്ളത്. ട്രാൻസിസ്റ്റർ നമുക്കറിയാം 2 ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ആൻഡ് NPN ട്രാൻസിസ്റ്റർ. അതിൽ PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിളാണ് ഈ വരച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ആണുള്ളത്, എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്റർ, ബേസ്, കളക്ടർ, EBC. അതിൽ എമിറ്റർ എന്ന് പറയുന്ന ടെർമിനലിൽ ആരോസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസിസ്റ്ററിനെ തിരിച്ചറിയുന്നത്. അതിൽ PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മളൊരു ഷോർട്ട് കട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പയ്യൻ അകത്തോട്ടെന്ന് പറയും. അതായത് PNP എന്ന് പറഞ്ഞാൽ ആരോ അകത്തോട്ടായിരിക്കും, NPN എന്ന് പറഞ്ഞാൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആരോ പുറത്തോട്ടായിരിക്കും. എപ്പോഴും ഓർക്കുക, എമിറ്ററിലാണ് ആരോസ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം PNPയുടെ സിമ്പിൾ എന്ന് പറയുന്നത് ആരോ അകത്തോട്ടും, NPNൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ആരോ പുറത്തോട്ടുമായിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ലോജിക് ഗേറ്റ്സ് നമുക്ക് 6 ലോജിക് ഗേറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ലോജിക് ഗേറ്റ്സും അതിൻ്റെ ട്രൂത്ത് ടേബിൾസും പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ലോജിക് ഗേറ്റാണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് വരയ്ക്കുന്നത് ഇതാണ്. ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്, ഓർ ഗേറ്റിന് 2 ഇൻപുട്ടാണുള്ളത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B ആണ്. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B ആണ്. അതേപോലെ തന്നെ വരുന്നതാണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫബറ്റ് D പോലെ ആണ് ഇരിക്കുന്നത്. അതിനും 2 ഇൻപുട്ടാണുള്ളത്, AB. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ A×B ആണ്. അടുത്തത് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറയുമ്പം 1 ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന് നേരെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A ബാർ ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത് വരുന്നതാണ് XOR ഗേറ്റ്. XOR അഥവാ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയും. XOR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർ വരയ്ക്കുക, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കർവ്ഡ് ലൈനൂടെ വരയ്ക്കുക. ഓറിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കർവ്ഡ് ലൈനൂടെ വരും. അതിന് 2 ഇൻപുട്ടാണുള്ളത്, Aയും Bയും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A XOR B ആയിരിക്കും. അതായത് A+B എഴുതിയിട്ട് ആ പ്ലസ്സിനൊരു റൗണ്ട് കൊടുത്താൽ A XOR B ആവും. അടുത്ത വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗേറ്റാണ് നാൻഡ് എന്ന് പറയുന്നത്. നാൻഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ അതിൽ ആരുണ്ട്, ആൻഡ് ഉണ്ട്. അപ്പം നോർമലി നമ്മൾ D പോലെ വരയ്ക്കുന്ന ആൻഡ് വരയ്ക്കുക, അതിൻ്റെ കൂടെ ഒരു അറ്റത്ത് ഒരു ബബിളൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നാൻഡ് ഗേറ്റ് കിട്ടും. ഇതിനും 2 ഇൻപുട്ടാണ്. ആൻഡ് ഗേറ്റിൻ്റേത് AB ആണ് എങ്കിൽ നാൻഡ് ഗേറ്റിൻ്റെ AB ബാർ അല്ലെങ്കിൽ AB കോംപ്ലിമെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ട് വരിക. അതേപോലെ വരുന്നതാണ് നോർ എന്ന് പറയുന്നത്. നോർ ഗേറ്റിൽ പേരിനകത്ത് ആരുണ്ട്, ഓറുണ്ട്. അതായത് ഓർ ഗേറ്റ് വരയ്ക്കുക, ഓർ ഗേറ്റിൻ്റെ അറ്റത്ത് ഒരു ബബിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, നോർ ഗേറ്റിനെ കിട്ടും. നോർ ഗേറ്റിന് 2 ഇൻപുട്ടാണുള്ളത്, AB. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓറിൻ്റെ A+B, അതിൻ്റെ ബാർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് നോക്കുന്നത്. ഓർ ഗേറ്റിന് 2 ഇൻപുട്ടാണുള്ളത്, AB. ഔട്ട്പുട്ട് Y ആണ്. നമ്മൾ ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ട് എഴുതുന്നത്, ഓർ ഗേറ്റിൻ്റെ ആയാലും ആൻഡ് ഗേറ്റിൻ്റെ ആയാലും ഇൻപുട്ട് എന്ന് പറയുന്നത് 0 0 0 1 1 0 1 1. അതായത് നമ്മുടെ ബൈനറിയിൽ 0 1 2 3. 0 ആണ് 0 0, 1 ആണ് 0 1, 2 ആണ് 1 0, 3 ആണ് 1 1. അപ്പം ഇനി നമ്മുടെ ഓർ എന്ന് പറയുന്നത് Y = എന്താണ്, A+B ആണ്. അപ്പം ബൈനറിയിൽ അഡീഷൻ ചെയ്യുക. Y = A+B എന്ന് പറയുമ്പം 0 + 0 0, 0 + 1 1, 1 + 0 1. 1 + 1 എന്ന് പറയുന്നത് എന്താണ്, 1 + 1 ആക്ച്വലി യഥാർത്ഥത്തിൽ 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം ലോജിക് ഗേറ്റ്സിനകത്ത് നമുക്ക് 0 1s മാത്രമേ ഉള്ളൂ. അപ്പം 2ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 1 0 ആണ്. സോ നമ്മളതിൻ്റെ എന്താണ് 1 എടുക്കും, ബാക്കി 0 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. സോ 0 1 1 1 ഇതാണ് എന്തെന്ന് പറയുന്നത് ഓറിൻ്റെ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ആൻഡിൻ്റെ ലോജിക് ഗേറ്റ്. ആൻഡിൻ്റെ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ABY.
എ ബി സെയിം എക്സാക്റ്റ് ഓറിലെ പോലെ തന്നെ 0 0 0 1 1 0 1 1. വൈ എന്ന് പറയുമ്പം എന്താണ് എ ഇൻറ്റു ബി ആണ് ആൻഡിൻ്റെ കേസിൽ. സോ 0 × 0 0 0 × 1 0 1 × 0 0 1 × 1 1. അപ്പോൾ എന്ത് കിട്ടും? ആൻഡിൻ്റെ 2 ടേബിൾ കിട്ടും. 0 × 0 0 0 × 1 0 1 × 0 0 1 × 1 1. ഇനി അടുത്തത് എക്സോർ ഗേറ്റിൻ്റെ. എക്സോർ ഗേറ്റിൻ്റെ എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ത് തന്നെയാണ്? 0 0 0 1 1 0 1 1. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എ എക്സോർ ബി ആണ്. എക്സോറിൻ്റേത് നമ്മൾ ഔട്ട്പുട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എയും ബിയും സെയിം ഡിജിറ്റ്സ് വരുന്നത്. എയിലും ബിയിലും ഒരേ ഡിജിറ്റ് അല്ലെങ്കിൽ ഒരേ നമ്പർ വരുന്ന ഏതൊക്കെ നമ്പറാണ് ഉള്ളത് നോക്കുക. അപ്പം എക്കും ബിക്കും സെയിം വരുന്നത് ഏതൊക്കെയാണ്? എക്കും ബിക്കും 0 0 വരുന്ന കണ്ടീഷനും എക്കും ബിക്കും 1 1 വരുന്ന കണ്ടീഷനും. ഈ രണ്ട് കണ്ടീഷനിൽ എന്ത് കൊടുക്കുക? ഔട്ട്പുട്ട് നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. ഇനി എക്സോറിൽ എപ്പോഴാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക? എയും ബിയും അൺഈക്വൽ ആവുന്ന സമയത്ത്, അതായത് എയും ബിയും ഡിഫറെൻ്റ് ആവുന്ന സമയത്താണ് നമുക്ക് എക്സോറിന് ഔട്ട്പുട്ട് ഉണ്ടാവുക. ആ സമയത്ത് എന്താണ്? ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, അതായത് 1 ആയിരിക്കും. അടുത്തത് നമ്മൾ നാൻ ഗേറ്റിൻ്റെയാണ് പറയാൻ പോകുന്നത്. നാൻ ഗേറ്റ് പഠിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ എഴുതുക 0 0 0 1 1 0 1 1. ഇനി നമുക്കറിയാം നമ്മൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഗേറ്റിൻ്റെ 2 ടേബിൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 0 0 0 0 1 0 1 0 0 1 1 1. എക്സാക്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ നോട്ട് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? നാൻഡ് എന്ന് പറയുന്നത്. അതായത് എന്താണോ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നാൻഡ് ഗേറ്റ്. അതായത് എ ബി ഹോൾ ബാർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കാൻ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ, അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ 0 വരുന്നതെല്ലാം 1 ആക്കുക, 1 വരുന്നതെല്ലാം 0 ആക്കുക. അപ്പം ആദ്യത്തെ 3 0 0 അതെന്താവും? 1 1 1. ലാസ്റ്റ് 1 1 1 1 1 ആണ്. അപ്പോൾ ഇവിടെ 1 1 എന്താവും? 0 ആവും. നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 1 1 0 ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് നോർ ഗേറ്റ്. നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിന് ആരെ നോക്കുക? ഓറിനെ നോക്കുക. ഓറിൻ്റെ ഔട്ട്പുട്ടിൽ 0 വരുന്നത് 1 ആക്കുക, 1 വരുന്നത് 0 ആക്കുക. ഇൻപുട്ടെല്ലാം എക്സാക്റ്റ് സെയിം ആയിരിക്കും. 0 0 0 1 1 0 1 1. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ടിൽ ഓറിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. അതിൽ 0 വരുന്നതെല്ലാം 1 1 വരുന്നതെല്ലാം 0. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അടുത്തത് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടേ ഉള്ളൂ. അതായത് നമ്മൾ 0 കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. 1 കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. ഇത്രയാണ് നമുക്ക് ലോജിക് ഗേറ്റ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.